യൂട്യൂബിലെ വീഡിയോസ് ഇട്ടാൽ ചാനൽ ഡിലീറ്റ് ആകും. യൂട്യൂബ് പൈസ തരുന്നത് നിർത്താൻ പോകുന്നു. എന്തൊക്കെയാ ഗൈസ്, എന്താ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുന്ന ഒരു ന്യൂസാണിത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അവസാനം എങ്ങനെ നിങ്ങളെ ചാനൽ സേഫ് ആക്കാമെന്ന ടിപ്സ് ഞാൻ നൽകുന്നതാണ്. ഗുയ്സ്, വെൽക്കം ടു സൈക്കു. യൂട്യൂബിനെ ചുറ്റിപ്പറ്റിയുള്ള നിലവിലുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ യു ക്യാൻ ട്രസ്റ്റ് മീ. ഒരു ചെറിയ ചാനലല്ലേ, നിനക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? അതെ, എന്റേതൊരു ചെറിയ ചാനലാണ് എന്ന് കരുതി ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഈ സമയവും എഫേർട്ടും ഇട്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ റൺ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഗുയ്സ്, ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയി തന്നെയാണ് വീഡിയോസ് ഒക്കെ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകൾ കാണുന്ന ഒരു കണ്ടന്റിനെ പൂർണ്ണമായും യൂട്യൂബ് ഒഴിവാക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ആളുകളെ എത്രത്തോളം യൂട്യൂബിൽ പിടിച്ചെടുത്താൻ പറ്റുമോ അതിന് സഹായകരമാകുന്ന വീഡിയോകളാണ് യൂട്യൂബ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ന്യൂസ് ചാനൽ, സ്റ്റോറി, ഫാക്ട്സ്, നറേഷൻ എന്നിങ്ങനെയൊക്കെയുള്ള ധാരാളം ചാനലുകളുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പോളിസി പ്രകാരം യൂട്യൂബ് നിലവിലുണ്ടായിരുന്ന റൂൾസ് ഒക്കെ ഒന്നും കൂടി കടുപ്പിച്ചു എന്ന് വേണം പറയാൻ. അതായത് റീയൂസ്ഡ് കണ്ടന്റ്സ് ഇടുന്നവർക്കും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് ലോ എഫേർട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവർക്കും ഒക്കെ ആകും പൂട്ട് വീഴുക. യൂട്യൂബ് പോളിസി പ്രകാരം ഇത്തരം ചാനലുകളൊക്കെ ലോ എഫേർട്ട് ചാനൽസ് എന്ന ലിസ്റ്റിലാകും പെടുക. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കടുത്ത തീരുമാനം കൊണ്ടുവരേണ്ടി വന്നതെന്ന് അറിയാമോ? ധാരാളം ക്രിയേറ്റേഴ്സ് ഒരു എഫേർട്ടും കൊടുക്കാതെ കേവലം കുറച്ച് പ്രോംസിന്റെ ബലത്തിൽ ബൾക്ക് വീഡിയോകൾ ഒരേ ഫോർമാറ്റിൽ ഇട്ട് വ്യൂവേഴ്സിനെ വെറുപ്പിക്കാൻ തുടങ്ങി. ഇത് അധികമാകുകയാണെങ്കിൽ സ്വാഭാവികമായും യൂട്യൂബിന് അവരുടെ വ്യൂവേഴ്സിനെ നഷ്ടമാകുകയും അതുമൂലം മറ്റുള്ള ബ്രാൻഡുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രൊമോഷനുകൾ ഇല്ലാതാകുകയും ചെയ്യും. മാത്രമല്ല, ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന വ്യൂവേഴ്സും ചിലപ്പോൾ പയ്യെ കൊണ്ട് ഇത്തരം ലോ എഫേർട്ടുകളിലുള്ള രീതികളിലേക്ക് വരികയാണെങ്കിൽ അത് യൂട്യൂബിന് വലിയ നഷ്ടം തന്നെയാകും. ശരി, കണ്ടന്റ്സ് എങ്ങനെ സേഫ് ആക്കി ഇടാമെന്ന് പറഞ്ഞു. അത് സിമ്പിൾ അല്ലേ? ഇത്രയും നേരം ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അതിൽ തന്നെ ഉണ്ട് ഉത്തരം. ഒരു വീഡിയോ ഉണ്ടാക്കാൻ പ്രധാനമായി 3 കാര്യങ്ങളല്ലേ വേണ്ടത്? സ്ക്രിപ്റ്റ്, വിഷ്വൽ, വോയിസ്. മറ്റുള്ളവയൊക്കെ അതിലേക്ക് വ്യൂവേഴ്സിനെ പിടിച്ചെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. സോ വിഷ്വൽ യൂസ് ചെയ്യുമ്പോൾ വെറുതെ ഒറ്റ ക്ലിക്കിൽ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോകൾ മാത്രം ഉൾപ്പെടുത്താതെ ഇമേജസും ഉപയോഗിക്കാൻ നോക്കുക. ആൻഡ് പ്രധാനമായി അതിന്റെ എഡിറ്റ് നിങ്ങൾ തന്നെ ചെയ്യുക, ഇതുപോലൊക്കെ. പിന്നീടുള്ളത് വോയിസ്. അത് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സ്വന്തം വോയിസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത്തരം വോയിസ് ചേഞ്ചറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ വോയിസ് യൂസ് ചെയ്തോളൂ, പക്ഷെ എഡിറ്റിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സ്ക്രിപ്റ്റിനെ പറ്റി പറഞ്ഞില്ലല്ലോ. അതങ്ങ് മറന്നുപോയി. സ്ക്രിപ്റ്റ് പ്രധാനമായി ChatGPT ഒക്കെ നോക്കിയാകുമല്ലോ നിങ്ങൾ എടുക്കുക. എന്നാൽ അതിനെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താൻ ശ്രമിക്കുക. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് പറയാം, അല്ലെങ്കിൽ ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും സംസാരിക്കാം. അങ്ങനെയൊക്കെ പ്രധാനമായി ഒരു ഹ്യൂമൻ ടച്ച് നിങ്ങളുടെ വീഡിയോയിൽ കൊണ്ടുവരിക എന്ന ഒറ്റ സെന്റൻസിൽ പറയാം. അതാണ് മെയിൻ. അതുപോലെ തന്നെ ഒരു ചാനൽ ആണെങ്കിലും അതിനൊരു ഫേസ് ഉണ്ടാക്കി എടുക്കുന്നതും ഇൻട്രോ ഔട്ട്രോ ഒക്കെ പോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്ത് ഓഡിയൻസുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതും യൂട്യൂബിന്റെ പോളിസി പാലിക്കുന്നതിന് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിന് നല്ലതാകും. ഉദാഹരണത്തിന്, ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടറാണ് സൈക്കു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് ഈ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് അവനാണ് എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കും. ആൾസോ ഇതിന്റെ എഡിറ്റ്, വോയിസ്, മറ്റുള്ള കാര്യങ്ങൾ എന്നിവയിലൂടെ യൂട്യൂബിന് ഇത് ഡിപ്പെൻഡ് ചെയ്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ അല്ല എന്ന് മനസ്സിലാകുന്നു. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ചാനലിൽ ഡിപ്പെൻഡ് ചെയ്ത് ചില കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി വയ്ക്കാം. ഇത് നിങ്ങളുടെ ചാനലിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ യൂട്യൂബിന് നൽകും. ഇപ്പോൾ ഉപയോഗിക്കുന്ന ചാനലുകൾക്ക് സീനില്ല, എന്നാൽ മാത്രം വെച്ചുള്ള ചാനലുകൾക്ക് പണിയാണ്. സോ ചുരുക്കി പറഞ്ഞാൽ മാത്രം വെച്ച് ചാനൽ ഉണ്ടാക്കരുത്. യുടെ സഹായത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി എന്നെ പോലെ എഫേർട്ട് ഇട്ട് വീഡിയോ ഇടണം മിസ്റ്റർ. അപ്പോൾ ഇപ്പൊ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ചാനൽ സേഫ് ആക്കിക്കോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ യൂട്യൂബർ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ബൈ.